മുഖം എത്ര ഗുഡായാലും ബ്രീത്ത് ബാഡായാൽ അതെ, ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ പോലും തകർക്കുന്ന ഒരു രോഗലക്ഷണമാണ് വായ്നാറ്റം അഥവാ ഹാലിറ്റോസിസ്. ഏകദേശം 85% കേസുകളും വായ്ക്കുള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ബാക്കിയുള്ളവ മൂക്ക്, ശ്വാസകോശം, അന്നനാളം, തൊണ്ട, സൈനസ് തുടങ്ങിയ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. ഭക്ഷണ സാധനങ്ങളായ ഉള്ളി, വെളുത്തുള്ളി, മത്സ്യം, മാംസം, ചീസ് തുടങ്ങിയവയും മദ്യം, പുകയില തുടങ്ങിയ ഉൽപ്പന്നങ്ങളും വായ്നാറ്റത്തിന് കാരണമാകാറുണ്ട്. സാധാരണഗതിയിൽ വായ്നാറ്റം പല്ല് തേക്കുകയോ മൗത്ത് വാഷ് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അപ്രത്യക്ഷമാകാറുണ്ട്. എന്നാൽ ചിലരിൽ ഇത് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാറുണ്ട്. മോണരോഗമോ ദന്തരോഗമോ ഉണ്ടാവുകയാണെങ്കിൽ അത് ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നതോടുകൂടി അത് പരിഹരിക്കാവുന്നതാണ്. ദിവസവും 2 നേരം പല്ലും നാക്കും വൃത്തിയാക്കുക. വായ്നാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുക. വായ്നാറ്റമുണ്ടെന്ന് തെറ്റായി ധരിക്കുന്നവർക്ക് ഒരുപക്ഷെ കൗൺസിലിംഗ് പ്രയോജനപ്പെട്ടേക്കാം. വായ ഉണങ്ങിയിരിക്കുന്നത് വായ്നാറ്റത്തിന് കാരണമാകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വായ വൃത്തിയാക്കുക, വെള്ളം കുടിക്കുക. സ്ഥിരമായി ഗ്രീൻ ടീ കുടിക്കുന്നത് വായ്നാറ്റം ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും. കാരണം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഗ്രീൻ ടീ. മധുരം കുറയ്ക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് ഉപയോഗിക്കുക. മലബന്ധം ഒഴിവാക്കുക. ഇവയൊക്കെ വായ്നാറ്റം ഒഴിവാക്കാൻ നല്ല മാർഗങ്ങളാണ്. പെരിഞ്ജീരകം, ജീരകം, ഗ്രാമ്പൂ, കറുവപ്പട്ട, മല്ലിയില തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചവയ്ക്കുന്നതും ഇവയിട്ട് വെള്ളം തിളപ്പിച്ചത് കുടിക്കുന്നതും വായ്നാറ്റം ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോൾ ഇനി മുഖത്തോടൊപ്പം ബ്രീത്തും സുന്ദരമാകട്ടെ.